ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി കൂടി നമ്മുടെ. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്നലെ അർദ്ധരാത്രിയോട് അടുപ്പിച്ചാണ് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ആയി വന്നത്. അദ്ദേഹം യുവാക്കൾക്ക് ചില ഉറപ്പുകൾ നൽകുന്നു. അതിനു മുൻപ് തന്നെ അദ്ദേഹം യുവാക്കളുടെ ഭാവിയും അവരുടെ വെൽബീയിങ്ങുമാണ് ഏറ്റവും പ്രധാനം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, ഈ പേപ്പർ ലീക്ക് ഉണ്ടായാൽ അതിൽ ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ രാത്രി പുതിയ പ്രഖ്യാപനം വരികയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും എന്ന് കേൾക്കുന്നു. ഈ സമരം സർക്കാരിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കും? അഭിലാഷ്, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി ഇന്നലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പതിവിന് വിപരീതമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തലസ്ഥാന നഗരിയിൽ ഈ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിസംബോധന കാണാൻ കഴിഞ്ഞില്ല. എന്താ കാരണം വെച്ചാൽ, ഡൽഹിയിൽ മുഴുവൻ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ആണ്. ഇൻ്റർനെറ്റ് മൗലികാവകാശമാണെന്ന് കോടതിയും വിവിധ സർക്കാരുകളും പറഞ്ഞെങ്കിൽ പോലും മോഡി സർക്കാരിന് അത് അവരുടെ ഒരു ഔദാര്യം മാത്രമാണ്. പോട്ടെ, ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ പോലും അദ്ദേഹം പല വാഗ്ദാനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. അതായത്, ഉത്തരവാദിത്വം നിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിച്ചുപണി ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി പ്രധാനമന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത് നരേഷ് പാൽ ഗംഗ്വാർ എന്നുള്ള 94 ബാച്ചിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അദ്ദേഹം ഇവിടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ 1,16,00,000 രൂപ സബ്സിഡി കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിച്ചു മാറി. അതായത്, ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാകേണ്ട ഒരു പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് അതുപോലും അയൽവക്കത്തോടു കൂടി പോലും പോകാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേൽത്തട്ടിലേക്ക് പ്രതിഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഈ അടിച്ചു തെളിക്കൽ അദ്ദേഹം ആരംഭിക്കുന്നത്. എന്ത് ആത്മാർത്ഥതയായിരിക്കും ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുക. രണ്ടാമത്തെ കാര്യം, അതായത് ഇപ്പോൾ NDA ഉടച്ചു വാർക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അഭിലാഷ്. അതായത്, കഴിഞ്ഞ കുറേ വർഷമായിട്ട് എന്നെപ്പോലുള്ള MP പാർലമെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പരീക്ഷകളും ഡൽഹിയിലേക്ക് കേന്ദ്രീകരിച്ചു. ഇപ്പം ഈ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാലകൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഒരു സർവകലാശാലയിലേക്ക് ഒരു വിദ്യാർത്ഥി പോകാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയിട്ട് ഒരു നിയമനം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതായത്, ഒരു വ്യക്തിയുടെ അഭിരുചിക്കനുസരിച്ചുള്ളൊരു ക്യാമ്പസിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞാനത് JNUവിലൊരു വിദ്യാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ JNUവിൻ്റെ എഴുത്ത് പരീക്ഷ എഴുതിയത്. മറിച്ച് ഇവരെന്തിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരും തടയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു ചപ്പടാച്ചി പരിപാടി തുടങ്ങി. CUET എന്ന് പറഞ്ഞാൽ, ഈ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കുന്നവർ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഒരു പൊതു എഴുത്ത് പരീക്ഷ പങ്കെടുത്തിട്ട് അതിൻ്റെ റാങ്ക് അനുസരിച്ച് മാത്രമേ നിയമനം നൽകുന്നു. നോക്ക് എങ്ങനെയാണ് ഇവരുടെ തന്ത്രം നോക്ക്. അങ്ങനെ എല്ലാ പരീക്ഷകളും ഇവർ ഡൽഹിയിലേക്ക് കേന്ദ്രീകരിച്ചു. എന്നിട്ട് ഞാനത് വ്യക്തമായ ബോധ്യത്തോടെ പറയുന്നതാണ്. ഈ പരീക്ഷകൾ നടപ്പിലാക്കാൻ വേണ്ടി പേരിന് 3-4 സർക്കാർ ജീവനക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാം കോൺട്രാക്റ്റാണ്. ഇപ്പം NDAയുടെ കാര്യം ഞാൻ പറയട്ടെ. ഇനിയിപ്പോൾ CBSE പരീക്ഷ നോക്ക്. CBSE എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും നിർണായകമായ പരീക്ഷയാണ്. ആ പരീക്ഷ യഥാർത്ഥത്തിൽ നടത്തുന്ന ആരാന്നറിയോ? സ്വകാര്യ കമ്പനികളാണ്. ഇപ്പോൾ ഹൈദരാബാദിലെ ഒരു IT കമ്പനിയായ ഗ്ലോബറീന എന്നൊരു കമ്പനിയാണ് ഈ പറഞ്ഞ ഓൺ സ്ക്രീൻ മാർക്കിങ് എൻ്റെ കരാർ ഏറ്റെടുത്തത്. ഈ ഗ്ലോബറീന കമ്പനി RSSുമായിട്ട് വളരെ നല്ല ബന്ധമുള്ളൊരു കമ്പനിയാണ്. അതായത്, തെലുങ്കാനയിലെ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ കുളവാക്കിയിട്ട് കരിമ്പട്ടിയിൽ സ്ഥാനം പിടിച്ചൊരു കമ്പനിയാണ് ഗ്ലോബറീന.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തിനേറെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കരിമ്പട്ടിയിൽപ്പെടുത്തിയ ഈ സ്ഥാപനത്തെയാണ് CBSE ചുമരിൽ വെച്ചുകൊണ്ട് ഈ CBSE എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് 25 ലക്ഷത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു പരീക്ഷയുടെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ഈ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇത് ബേസിക്കലി ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും വന്ന വീഴ്ചയല്ല. ഇത് ഇങ്ങനെ വീഴ്ചകൾ ഉണ്ടാകാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു എഴുത്ത് പരീക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കുംഭകോണമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത സമയത്ത് ടെലിപ്രോംപ്റ്ററിലൂടെ ആണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് മോളിൽ നിന്നാണ് തുടങ്ങേണ്ടത്, താഴെ നിന്നാണ് തുടങ്ങേണ്ടത്? താഴെ ചപ്രാസിക്കേരി നടപടിയെടുത്തിട്ടാണോ ഉത്തരവാദിത്വം തുടങ്ങേണ്ടത്? ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്കല്ലേ. ധർമ്മേന്ദ്ര പ്രധാൻ ആ ചുമതലയിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടം ഈ സർക്കാരിനുണ്ടാവുമോ? മോഡിക്കൊണ്ടെന്ന് പറയുന്ന 56 ഇഞ്ചിൽ 1 ഇഞ്ചെങ്കിലും കുറവ് വരുമോ? മാത്രമല്ല, ഇത് ആദ്യത്തെ സംഭവം എന്നല്ലല്ലോ ഒരു മന്ത്രി രാജിവെക്കുന്നെന്ന് പറയുന്നത്. എത്രയോ കേന്ദ്രമന്ത്രിമാർ ഇവിടെ രാജിവെച്ചിട്ടുണ്ട്. ഒരു വിമാന അപകടം, ഒരു തീവണ്ടി അപകടം, 1 കോടി രൂപയുടെ ഒരു കുംഭകോണത്തിന് മുകളിൽ മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ ഞങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ധാർഷ്ട്യ പ്രഖ്യാപനമാണ്. അപ്പോൾ ഈ ഇന്ത്യ മുഴുവൻ ഇതുപോലെ ഒരു രോഷാഗ്നിയിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം രാജിവെച്ചാൽ പോരാ. ഇപ്പോൾ ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് 20-ാം തീയതി അരങ്ങേറിയിട്ടുള്ള ഒരു തേർവാഴ്ചയുണ്ട്. അതായത് ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന ഒരു എന്താ പറയുക വാദ കോലാഹലങ്ങളിൽ ഉയർന്നു വന്ന ചില വസ്തുതകൾ അവിടുത്തെ ഹൈക്കോടതി തന്നെ അംഗീകരിച്ചു. യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് ഇത് അംഗീകരിക്കേണ്ട. നിങ്ങൾ നോക്കുക, അതായത് കുട്ടികൾ, നമ്മുടെ മക്കൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ കൂടി നിൽക്കുന്നതിൻ്റെ നടുഭാഗത്തേക്ക് ടിയർ ഗ്യാസ് എറിയുക. അല്ലാതെ സാധാരണ ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ വേണ്ടി ചില മാനദണ്ഡമുണ്ട്. ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാത്രമേ ടിയർ ഗ്യാസ് എറിയാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഇവർ എറിഞ്ഞിരിക്കുന്ന ടിയർ ഗ്യാസിൽ നല്ലൊരു പങ്കും അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി പോയിസണസ് ആയിട്ടുള്ള ടിയർ ഗ്യാസുകളാണ്. നോക്കുക. 2, നമ്മുടെ മുമ്പിൽ കണ്ടതല്ലേ, ആണി അടിച്ച ലാത്തി കൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ തലങ്ങും വലങ്ങും മർദ്ദിച്ചത്. അതായത് ഈ പറയുന്ന കേന്ദ്രസേനയും പോലീസും ഗുണ്ടകളും ചേർന്ന് സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക സംഘത്തെ ഡൽഹിയിലേക്ക് ഇവരങ്ങ് പ്രതിഷ്ഠിച്ചു. തലസ്ഥാന നഗരി അവർ ഏറ്റെടുത്തു. പാവപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ തുണി, ഈ പറയുന്ന വസ്ത്രം പോലും വലിച്ചു കീറി. സാധാരണക്കാർ ഓടുമ്പോൾ ഈ കേന്ദ്രസേനയിലെ അംഗങ്ങൾ, ബാഡ്ജ് ധരിക്കാത്ത അംഗങ്ങൾ കാലുവെച്ച് അവരെ വീഴ്ത്തിയിട്ട് മറ്റവരെ കൊണ്ട് അവരുടെ നടുവിന് നോക്കി അടുപ്പിക്കുന്നു. പെല്ലറ്റുകൾ വർഷിക്കുകയാണ്. അതായത് അതിർത്തിയിലെ ശത്രുരാജ്യത്തിനെതിരെ പോലും പ്രയോഗിക്കാത്ത രീതികൾ, ഹീനമായ തന്ത്രങ്ങളാണ് ഇവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉപയോഗിച്ചത്. ഹൃദയം നൊന്തട്ടാണ് യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾ ഈ ജന്തർ-മന്ദറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം കുറച്ചു മുമ്പാണ് അവിടുന്ന് വന്നത്. അതായത് അവർക്കറിയാം അവരുടെ മക്കളുടെ ജീവിതം സുരക്ഷിതമല്ലാന്ന്. പക്ഷെ എങ്കിൽ പോലും ഒരു വലിയ ഒരു ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തിയുള്ള സമരമായതുകൊണ്ട് ഒരു ആലോചനമില്ലാതെ, ഇപ്പം ഡൽഹി നഗരം, ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഡൽഹി നഗരം യഥാർത്ഥത്തിൽ സ്തംഭിച്ചൊരു അവസ്ഥ. പക്ഷേ ഈ യാത്രാ പോലും വലിയ തോതിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.